ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ മക്കളെ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി 2 ഗിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. ഇന്നെ സപ്പോർട്ട് ചെയ്യണ നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാതിരിക്കാൻ പറ്റൂലല്ലോ. അതേപോലെ തന്നെ ഹജ്ജെരുന്നാൾ വലിയൊരുന്നാൾ പറഞ്ഞില്ലേ, പെരുന്നാൾക്കൊക്കെ 2 മാക്സ് ഇതാ വരുന്നു. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ ഇത് ആരാണെന്നുള്ളത് സെലക്ട് ചെയ്യും കേട്ടില്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, കമൻ്റ് ഇടുക. കമൻറ്റ് ടോപ്പർക്കാണ് ഏറ്റവും നല്ല കമൻറ്റിന് തിരഞ്ഞെടുക്കുന്ന 2 ആൾക്കാണ് കേട്ടോ. പെരുന്നാളിൻ്റെ അന്ന് ഈ 2 മാക്സ് ഞാൻ അയച്ചു തരും. അപ്പോൾ ലൈക്കും കമൻറ്റും ഉഷാറായിട്ട് ഇട്ടോളിയും. 2 മാക്സി പെരുന്നാൾ സമ്മാനമായിട്ട് ഇങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ. ഇന്നെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾക്കും ഞാൻ എന്തെങ്കിലും തരാതിരുന്നാൽ പറ്റൂലല്ലോ. അപ്പോൾ മാസത്തിൽ ഒരു തവണ നിങ്ങൾക്ക് കമൻറ്റ് ടോപ്പറിനുള്ള ഒരു സമ്മാനം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു കമൻറ്റ് ടോപ്പർക്കുള്ള സമ്മാനം ഒരു ആട്ടിലേക്കാണ് കേട്ടോ. 1/2 കിലോത്തിൻ്റെ ആട്ടിലേക്കാണ് തരുന്നത്. അപ്പോൾ എന്താ അറിയോ, 1/2 കിലോ ആട്ടിലേക്കൊക്കെ തിന്നിട്ടേ കമൻറ്റ് ചെയ്താലൊരു എനർജിയും ശക്തിയും ക്ഷീണമൊക്കെ മാറിയങ്ങാണ്ട് ഒന്ന് ഉഷാറായിട്ടാണ് കമൻറ്റ് ഇട്ടോളിയും. അപ്പോൾ ആ ഉഷാറായിട്ട് കമൻറ്റ് ഇട്ട കമൻറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞാവാസ് ആട്ടിലേക്കും. ഇതാണ് നമ്മൾ ഇന്നത്തെ ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ. 25-ാം തീയതി ഒരു മാസത്തിൽ ഒരു തവണയിലെ കമൻറ്റ് ടോപ്പർക്കുള്ള ഗിഫ്റ്റാണ് ഈ ഒരു 1/2 കിലോ ആട്ടിലേക്ക് കേട്ടോ. അപ്പോൾ ആട്ടിലേക്കാണ് ഇപ്പോൾ ഇവിടെ സ്റ്റോക്കുള്ളത്. അന്ന് ഏതാണോ സ്റ്റോക്കുള്ളത് അതാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ നട്സിൻ്റെ ലേഹ്യം നമുക്കിവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബാച്ച് നട്സിൻ്റെ ലേഹ്യം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഓർഡർ ആക്കിക്കോളി കേട്ടോ. പിന്നെ എൻ്റെ ബിസിനസ്സിൽ ഏറ്റവും സന്തോഷിക്കാൻ പറ്റിയത് എൻ്റെ പ്രൊഡക്റ്റിന് ആരും ഇതുവരെ ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ ആട്ടിലേക്ക് ആയിക്കോട്ടെ നട്സിലേക്ക് ആയിക്കോട്ടെ എല്ലാവരും അൽഹംദുലില്ലാ മാഷാ അല്ലാ നല്ലൊരു കമൻറ്റാണ് എനിക്ക് തന്നിട്ടുള്ളത്. നല്ല വോയിസ് ആയിട്ടാണെങ്കിലും ഓരോ റിസൾട്ട് ആണെങ്കിലും അതേപോലെ തന്നെ തിന്നിട്ട് ടേസ്റ്റ് ആണെങ്കിലും അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് നമ്മളിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. തേന്, കൽക്കണ്ടം, ശർക്കര ഇതൊക്കെ കൂടി ഈത്തപ്പഴം ഇതിൻ്റെയൊക്കെ മധുരമാണ് കേട്ടോ അത് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നു ലേഹ്യത്തിൻ്റെ പണി മക്കളെ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാലും കുറേ ഡെയിലി വ്ളോഗ് ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിമ്മ ചെയ്യാണ്ട് ഒരുപാട് പണികളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയാണ് കേട്ടോ ഈ തീം വെച്ചിരിക്കുന്നത്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ കഴുകി വൃത്തിയാക്കിങ്ങാണ്ട് അടുപ്പത്തവിടെ വേവിച്ചാൽ തീമക്കും. അത് നല്ലോണം വേവിക്കും. ഒരു ഇത്ര മരുന്നിന് ഇത്ര ചെറിയ ഉള്ളി ഇത്ര വെളുത്തുള്ളി എന്നുണ്ട് കേട്ടോ. ആ കണക്കിന് ഉള്ളി ചേർന്നെങ്കിലുള്ളൂ. ഈ ചൂടായ മരുന്നിനെ തണുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലൊക്കെയാണ് ചെറിയ ഉള്ളി. അപ്പോൾ നമ്മൾ അതിൻ്റെ കണക്കോളം ചേർത്തെങ്കിൽ തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ ഗുണത്തിലേറെ ദോഷവും ചെയ്യും കേട്ടോ നമ്മൾ ഈ മരുന്നുകളൊക്കെ തിന്നുമ്പോൾ. അപ്പോൾ അതിൻ്റെ കണക്കിന് എത്രയാണോ നമ്മളോട് വൈദ്യർ പറയുന്നത് ആ ഒരു നിർദ്ദേശത്തിനനുസരിച്ച് തന്നെയാണ് നമ്മൾ അതിലെല്ലാതും ചേർക്കുന്നത്. എന്താണോ ആ ലിസ്റ്റിൽ നമുക്ക് പറഞ്ഞു തരുന്നത് അതേമാതിരി ഒക്കെ ചേർത്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ അടുത്തത് തെങ്ങുംപൂക്കിലെ കിട്ടിയിരിക്കുന്നു കേട്ടോ. തെങ്ങുംപൂക്കിൽ അതേമാതിരി കിട്ടാൻ നല്ല പ്രയാസമാണ്. ചിലപ്പോൾ തേങ്ങ ഇടാൻ ആളെ കിട്ടൂല. ഇനിയിപ്പോൾ ഈ ഒരു തെങ്ങുംപൂക്കിലൊക്കെ ആയിട്ട് ആൾക്കാരെ കിട്ടൂല. പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്ത് കിട്ടുന്നിടത്തുനിന്നൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ഞാൻ ഇത് ചേർക്കേണ്ടത്. ഇതിൽ ചേർക്കേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ ചേർത്തിട്ടാണുള്ളൂ വരങ്ങണത്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ചേർക്കേണ്ട എല്ലാ ചേരുവകളും ചേർത്തെങ്കിലുള്ളൂ ആട്ടിലേഹ്യത്തിൻ്റെ ഗുണം കിട്ടുക. നമ്മൾ ഗുണം കിട്ടാനാണല്ലോ ഇപ്പോൾ ഇത് തിന്നണത്. അപ്പോൾ നമുക്ക് തെങ്ങുംപൂക്കിലെ കിട്ടിയിരിക്കുന്നത് ഒന്ന് നല്ല ഇളയതുമാണ്. ഇത് അരിഞ്ഞങ്ങാണ്ട് അരച്ച് ചേർത്താൽ മതി മിക്സിയിൽ. മറ്റേതാണെങ്കിലോ നല്ലോണം കുറച്ച് മൂത്തിക്കണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിന് എന്താ പറയുക കുറച്ച് വർക്ക് കൂടുക ആ മൂത്തിന്. അത് നമ്മൾ ഉരലിലിട്ട് ചതച്ച് പിന്നെ അതെടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ കഷായാക്കിങ്ങാണ്ട് അത് നല്ലോണം ഈ ആടിൻ്റെ സൂപ്പ് വേവണ മാതിരി നല്ല വെന്തിട്ട് അത് പിന്നെ അരിച്ചിട്ട് ആ വെള്ളമാണ് കേട്ടോ നമ്മൾ ഇനി ഇതിൽ കൂട്ടാൻ പോണത്. പിന്നെ നമ്മൾ ഉരൽ കണ്ടിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്ത് പണ്ടത്തെ ഉരലാണെന്ന് കേട്ടോ. ഇതന്നെ ഇവിടെ പഞ്ചാണ് കേട്ടോ. ഇതന്നെ ഇവിടെ കിട്ടാൻ പറ്റില്ല. ഇപ്പോൾ ഈ പുതിയ എണ്ണങ്ങളൊക്കെ അരിക്കുത്ത് കല്യാണം ഉണ്ടാക്കുകൊണ്ട് മുല്ലപ്പൂ ഇട്ടുങ്ങാണ്ട് പുരലിനൊക്കെ എല്ലാവരും ആദരിച്ചു കൊടുക്കുക. പിന്നെ കല്ലുരൽ ഇതിന് കിട്ടിയിട്ടും കാര്യമില്ല. അതിൽ കല്ലുരലിട്ട് കഴിഞ്ഞാൽ അത് തീർച്ചയായിക്കാറ് ഈ സാധനം നമുക്ക് കുണ്ടില്ല മരത്തിൻ്റെ ഉരലാണ് കിട്ടേണ്ടത്. ഇൻഷാ അല്ലാ കുറച്ച് കഴിയട്ടെ നമുക്ക് ഒരു ഉരലൊക്കെ ഉണ്ടാക്കിച്ചാൽ ഒരാളൊക്കെ കിട്ടുമോ നോക്കണം. അപ്പോൾ തൽക്കാലം ഇതുമ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാറ്റിട്ടാ. നമ്മൾ ഉരലിൻ്റെ ചൊറുക്കല്ല കേട്ടോ നോക്കണത്. നമ്മളെ ലേഹ്യം നന്നാവണം. നമ്മൾ ആവശ്യം നടന്നാൽ പോരല്ലേ. പക്ഷേ ഈ ഉരലാണെങ്കിലും ഞങ്ങൾ കുറേ കാലമായിട്ട് ഗോതമ്പം കുത്താനൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉരലിനൊന്നും കുഴപ്പമില്ല. പിന്നെ കാണാൻ ചൊറുക്ക് കുറച്ച് കുറവുള്ളൂ. അതാണ് നമുക്ക് ഈ ചൊറുക്ക് വേണ്ടാക്കുക. അപ്പോൾ അതൊക്കെ നമ്മളെ കഷായം തീമച്ചിക്കണ്, നമ്മളെ പിന്നെ ഉലുവ തീമച്ചിക്കണ്. ഇതാ ഓരോന്നും തീമച്ചതാണ് കേട്ടോ ഈ കാണിച്ചത്. പിന്നെ ആടിൻ്റെ സൂപ്പ് അവിടെ തിളക്കണുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരോ വർക്ക് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തന്നേന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ നമ്മൾ ആട്ടിലേഹ്യത്തിലുണ്ട്. അതേപോലെ തന്നെ നാട്ടിൽ കൂടി കിട്ടുന്ന ഒരുപാട് ഐറ്റം മരുന്നുകളും ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. പേര് പറയണം പറയാത്തയും മരുന്നുകളുണ്ട്. അപ്പോൾ എന്താണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് വന്നോളിയും.
നമ്മളെ പ്രസവിച്ച് കിടക്കണവർക്കും അതേപോലെ ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെ ആരോഗ്യത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ തിന്നണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ കേട്ടോ. പിന്നെ ഇത് തിന്നാൽ തടി കൂടുമോ എന്ന് ചോദിച്ചാൽ തടി കൂടൂല. തടി കൂടണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ പ്രസവിച്ച് കിടക്കണ മാതിരി കുറേ പാലും വായ്ക്കയും മുട്ടയും പിന്നെ അതേമാതിരി കുറേ ചോറ് തൂമിച്ചതും കരിച്ചതും പൊരിച്ചതും തടി കൂടട്ടെ എന്ന് വിചാരിച്ച് തിന്നെങ്കിലേ ഉള്ളൂ തടി കൂടുക. ഇത് മാത്രം ദിവസം രാവിലെ വൈകുന്നേരം ഈ 2 സ്പൂൺ തിന്നു കഴിഞ്ഞാൽ നമ്മളെ തടിയൊന്നും കൂടൂല. നമ്മളെ തടിക്ക് കുറച്ച് വിറ്റാമിൻ്റെ അളവ് കൂടും. അതേപോലെ തന്നെ നമ്മളെ ആരോഗ്യം കൂടും. അതേപോലെ തന്നെ നമ്മളെ പിന്നെ മുഖമൊക്കെ ഒന്നൊരു ഗ്ലോ ആവും. പിന്നെ അങ്ങനെ ഒരു ചൊറുക്കില്ല ശരീരം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ആരോഗ്യമുള്ള ശരീരം കിട്ടും കേട്ടോ. ഒരു അർക്കത്തും മുടുക്കൊക്കെ ഉള്ള ശരീരം കിട്ടും. അതന്നെ പച്ചതിൽ പറയാമല്ലോ. അപ്പോൾ വേണ്ടൊരു വാട്സപ്പിൽ വന്നോളും. പിന്നെ കമൻറ്റിലേക്കും മറക്കണ്ട. കമൻറ്റിന് സമ്മാനം അടുത്ത മാസം 25-ാം തീയതി കമൻറ്റ് ടോപ്പർക്കുള്ള സമ്മാനം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കമൻറ്റിന് കിട്ടിയ ഗിഫ്റ്റ് കിട്ടിയ ആൾ വേഗം വന്നോളിയും വാട്സപ്പിൽ കേട്ടോ.